നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അടിപൊളി ഒരു സ്വാഗതം. നമുക്ക് ഇന്നൊരു കിടിലൻ മാസ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന വീഡിയോ, നിങ്ങൾ ഒരിക്കലും മറക്കാത്ത, നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന ഒരു അടിപൊളി കിഡിലോസ്കി വീഡിയോ. അന്നേരം കൂടുതൽ സസ്പെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ബോർഡ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണും. വേറെ ഒന്നുമല്ല, ഒരുപാട് കുട്ടികൾ ചോദിച്ചു സാറേ എല്ലാ സമവാക്യങ്ങളും എല്ലാ ഇക്വേഷൻ ചേർത്ത് നല്ലൊരു വീഡിയോ ഞങ്ങൾക്കൊന്ന് ചെയ്തു തരാമോ? ഉറപ്പായിട്ടും ആ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് ഫിസിക്സിന്റെ ഒരു മാർക്ക് പോലും, അതിന്റെ ഫിസിക്സിന്റെ പ്രോബ്ലം ചോദിച്ചാൽ, ഫിസിക്സിന്റെ കണക്ക് ചോദിച്ചാൽ ഒരു മാർക്ക് പോലും പോകാത്ത രീതിയിൽ എല്ലാം നല്ല അടിച്ച് പൊളിച്ചെഴുതുന്ന ഇക്വേഷൻസ് ആണ്. നല്ല പടപടാന്ന് മാർക്ക് കിട്ടട്ടെ, നല്ല മണിമണി പോലെ ഇങ്ങോട്ട് മാർക്ക് വരട്ടെ, നല്ല പവറായിട്ട് പഠിക്കാൻ വേണ്ടി ഉള്ള ഇക്വേഷൻസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ബാറ്റിൽ. ഓക്കെ വാ. ഓക്കെ, അന്നേരം നമ്മള് ഈ ഇക്വേഷൻസ് എല്ലാം ഫ്രെയിം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം. എല്ലാ ഇക്വേഷനും വെച്ചേക്കാണ്. നോക്കാം. ആദ്യം തുടങ്ങുന്ന ഇലക്ട്രിക് കറന്റ്. നമുക്കറിയാം കറണ്ടിനുള്ള ഇക്വേഷൻ പോലെ നമ്മൾ പഠിച്ചത് തുടങ്ങുന്നത് നന്നായിരിക്കും. കറണ്ടിനുള്ള ഇക്വേഷൻ I = Q/T ആണ്. ഞാൻ ഓരോ ലെറ്റേഴ്സും ഓരോ വാക്കുകളും ഞാൻ വ്യക്തമായിട്ട് പറയും. I = Q/T. I എന്ന് പറഞ്ഞാൽ കറണ്ട്, Q എന്ന് പറഞ്ഞാൽ ചാർജ്, T എന്ന് പറഞ്ഞാൽ സമയം. ഓക്കെ, അതിൽ നിന്ന് Q കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. I × T, അതാണ് Q = IT. കറണ്ട് കഴിഞ്ഞു. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതും നമുക്ക് ആവശ്യം വരും. V = W/Q. V = W/Q. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്, W എന്ന് പറഞ്ഞാൽ വർക്ക് ആണ്, Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. അതിൽ നിന്ന് W = ഈ V യെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് W = VQ. രണ്ടെണ്ണം 4 ഇക്വേഷൻ പഠിച്ചു. ഓംസ് ലോ ഇല്ലാതെ ഒരു കളിയില്ല. ഓംസ് ലോ നമ്മൾ പഠിക്കാനില്ലെങ്കിൽ പോലും ഓം നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓംസ് ലോ, ജോർജ് സൈമൺ ഓം, ആ സയന്റിസ്റ്റിന്റെ പേരാണ് കേട്ടോ ഓംസ് ലോ കണ്ടുപിടിച്ചത്, ചില്ലറക്കാരനല്ല. നമുക്ക് ഓംസ് ലോ മെയിൻ ഇക്വേഷൻ R = V/I. പലർക്കും അതിൽ നിന്ന് V കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. V = ഒന്നുമില്ല, IR അല്ലെങ്കിൽ RI. IR ഞാൻ ഇവിടെ എഴുതി. ഇതിൽ നിന്ന് V = IR, അതിൽ നിന്ന് I = V/R. ഓംസ് ലോയ്ക്കുള്ള 1, 2, 3 ഇക്വേഷൻ. ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഓംസ് ലോ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടത, I എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്. ഓക്കെ ആയല്ലോ. അടുത്തത് അടിപൊളി ഒരു ടിപ്പും ട്രിക്കും ആണ്. ജൂൾസ് ലോ, ഇലക്ട്രിക് പവർ. ചേർത്ത് വെച്ച് വേണം പഠിക്കാൻ. ഇങ്ങനെ അങ്ങോട്ട് ആരോഗ്യമായിട്ട് അങ്ങോട്ട് പഠിക്കണം കിട്ടിനായിട്ട്. ആദ്യ ഇക്വേഷൻ H = I²RT. ജൂൾ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് H = I²RT. അടുത്ത ഇക്വേഷൻ H = VIT. H = V²T/R. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ്. H = I²RT, H = VIT, H = V²T/R. ഈ ജൂൾസ് ലോയുടെ ഈ 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ പവറിന്റെ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഉദാഹരണം, ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം എന്നാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഹീറ്റിന് തുല്യമാണ്. അത് ഹീറ്റ് ബൈ ടൈം എന്ന് നമുക്ക് എഴുതാം. ഇത്രയേ ഉള്ളൂ. Hന് പകരമെല്ലാം ഞാൻ P എന്ന് കൊടുത്തുള്ളൂ. എന്നിട്ട് ഇതിനകത്ത് T എല്ലാം കളഞ്ഞാൽ ഇതിനകത്ത് എല്ലാം കിടക്കുന്ന T. H = I²R. Hന് പകരം ഞാൻ P കൊടുത്തു, ഇതിനകത്ത് T അങ്ങ് മാറ്റി, അന്നേരം P = I²R. കാരണം എല്ലാം T ഡിവൈഡ് ചെയ്ത് പോകും, അതുകൊണ്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. P = I²R. ഇലക്ട്രിക് പവർ ഇക്വേഷൻ ആയി. ഇത് I²RT ആണ്, ഇലക്ട്രിക് പവർ ഇക്വേഷൻ I²R. അങ്ങനെയാണ് നിങ്ങൾ തന്നെ പറഞ്ഞു. H = VIT. T എന്ന് കളഞ്ഞാൽ P = VI. ഉത്തരം കിട്ടി. P = VI. അടുത്ത ഇക്വേഷൻ ആയി. H = V²T/R. T എന്ന് കളഞ്ഞാലേ
P is equal to V square by R. എന്ത് എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ച് ഇതിൽ നിന്ന് 100% ഉറപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം 10ാം ക്ലാസ്സിന്റെ പബ്ലിക് എക്സാമിന് കാണും. ജൂൾ നിയമവും ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കണം. ടി എല്ലാം ചേർത്ത് പഠിക്കുന്നത് ജൂൾ നിയമവും ജൂൾസ് വഴിയും, ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ടി ഒന്നും ഇല്ലാത്തത് ഏത് ഇലക്ട്രിക് പവർ. അടിപൊളിയല്ലേ? അടിപൊളി. അടുത്തത് നിസ്സാരമായിട്ട് കാണേണ്ട ആംബിയറേജ്. ആംബിയറേജ് എന്ന് പറഞ്ഞാൽ പവർ ബൈ വോൾട്ടേജ്, പവർ ബൈ വോൾട്ടത എന്ന് പറയുന്നതാണ് ആംബിയറേജ്. ആംബിയറേജ് ഇസിക്കൽ പവർ നമ്മൾ പി എന്ന് കൊടുക്കുന്നു, വോൾട്ടേജ് പി എന്ന് കൊടുക്കുന്നു. ആംബിയറേജ് ഇസിക്കൽ പി ബൈ വി. അത്രേ ഉള്ളൂ. ആംബിയറേജ് ഇസിക്കൽ ടു പി ബൈ വി. ഇനി റെസിസ്റ്റേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസിസ്റ്ററുകളെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യുന്നത് സീരീസും പാരലും, ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും കണക്ട് ചെയ്യാം. ശ്രേണി രീതിയിൽ കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആണ് ഇക്വേഷൻ R is equal to R1 plus R2. അത് എളുപ്പമാണ്. ഇപ്പൊ R1 R2 1 ohm 2 ohm ആണെങ്കിൽ 1 plus 2 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. സാധാരണ കൂട്ടിയാൽ അത് എത്ര ഉണ്ടെങ്കിലും കൂട്ടാൻ എളുപ്പമാണ്. എന്നാൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ഇക്വേഷൻ 1/R is equal to 1/R1 plus 1/R2. രണ്ട് റെസിസ്റ്റേഴ്സ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഉപയോഗിക്കാം തെറ്റാതെ. ഇങ്ങനെ റെസിപ്രോക്കൽ ഒക്കെ എടുക്കുമ്പോൾ പലർക്കും തെറ്റാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ R is equal to R1 R2 by R1 plus R2. ഇതിനൊരു പ്രത്യേകത, രണ്ട് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ എടുക്കാവൂ. രണ്ടിൽ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എടുത്താൽ ചെയ്യണം. 1/R is equal to 1/R2 plus 1/R3. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ 1/R2 plus 1/R3. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ 1/R is equal to 1/R1 plus 1/R2 plus 1/R3. അങ്ങനെ എത്ര വേണമെങ്കിലും എടുക്കാം. ഇത് രണ്ട് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. R is equal to R1 R2 by R1 plus R2. അന്നേരം കിട്ടില്ലാനായിട്ട് ഇത്ര ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അടിപൊളി ഇക്വേഷൻ എടുക്കും. അന്നേരം ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് ഒരു വളരെ കുറച്ച് മിനിറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കണക്ക് വന്നാലും ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ, കോൺഫിഡൻസ് ആയെന്നല്ല ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ നോബഡി. ഓക്കെ ഓക്കെ. അടുത്തത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. കണ്ട് ഈ ഒറ്റ ഇതങ്ങ് പഠിച്ചാൽ മതി. വി എസ് ബൈ വി പി ഈക്വൽ എൻ എസ് ബൈ എൻ പി ഈക്വൽ ഐ പി ബൈ ഐ എസ്. ഇത് ചേർത്തങ്ങ് പഠിക്കുക. ഏത് ട്രാൻസ്ഫോമറിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിച്ചാലും എളുപ്പമാണ്. വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഓരോന്ന് എന്തോന്ന് ഞാൻ പറയാം. വി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്, വി പി എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ്. സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജ്. എൻ എസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, എൻ പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അതായത് സെക്കൻഡറിയിലെ ചുരുളുകളുടെ എണ്ണം, പ്രൈമറിയിലെ ചുരുളുകളുടെ എണ്ണം എൻ പി. ഐ പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ കറണ്ട്, ഐ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ കറണ്ട്. ഈ ഇക്വേഷൻ ചേർത്തങ്ങ് പഠിക്കുക. ഒന്നുകൂടെ പറയാം. വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഓക്കെ. അടുത്ത നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ്, നമ്പർ ഓഫ് ഇമേജസ്, പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് ആയിട്ട് ചോദിക്കാം. ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. n is equal to 360 by theta minus 1. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇമേജസ് ആണ്, പ്രതിബിംബങ്ങളുടെ എണ്ണമാണ്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ സ്നെൽ നിയമം, സ്നെൽസ് ലോയിലോട്ട് പോവുകയാണ്. n is equal to sin I by sin r. എല്ലാവർക്കും അറിയാം. I എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും r എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആണ്. I എന്ന് പറഞ്ഞാൽ പതന കോണാണ്, r എന്ന് പറഞ്ഞാൽ അപവർത്തന കോണാണ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാംഗം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇതും ട്വിസ്റ്റ് ആയിട്ട് ചോദിച്ചാൽ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. n is equal to c by v. n is equal to c by v. n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, c വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗത. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗതയാണ് v. c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് ഇൻ വാക്യൂം. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻ മീഡിയം. ഇതിൽ നിന്ന് n is equal to c by v എന്ന് ഇങ്ങനെ ചോദിക്കാം. v is equal to c by n. ഇതിൽ നിന്ന് v കണ്ടുപിടിക്കാം c by n. ഇതും പഠിച്ചോണം, അപവർത്തനാംഗം. ഇനി അടുത്തത് ഉറപ്പിക്കാം പരീക്ഷയ്ക്ക്.
മിറർ ഇക്വേഷൻ ആണ് 1/f is equal to 1/u plus 1/v. 1/f is equal to 1/u plus 1/v. അതിൽ നിന്ന് f is equal to uv by u plus v നമുക്ക് കണ്ടുപിടിക്കാം. ഈ രണ്ടെണ്ണം എളുപ്പമാണ്. 1/f is equal to 1/u plus 1/v യും f is equal to uv by u plus v. ഇതിൽ നിന്ന് നിങ്ങൾ തെറ്റിക്കുന്നതാണ് ഈ രണ്ടെണ്ണമാണ്. ഇതിൽ നിന്ന് യുവും വിയും ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കരുത്. ഒരു എളുപ്പമാർഗം ടിപ്പ് നമ്മൾ പറഞ്ഞുതരാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് യു കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, യു അല്ലാതെ പിന്നെ നമുക്ക് വി യു എഫ് മാത്രമേ ഉള്ളൂ. ഒരു വിയും എഫും കൊണ്ട് ഗുണിക്കുക, വി എഫ്. യു ആണ് കണ്ടുപിടിക്കുമെങ്കിൽ വിയും എഫ് കൊണ്ട് ഗുണിക്കുക ബൈ വിയും എഫും തമ്മിൽ കുറയ്ക്കുക, വി മൈനസ് എഫ്. അങ്ങനെയാണെങ്കിൽ വി കണ്ടുപിടിക്കുമ്പോൾ ബാക്കിയുള്ള ഏതൊക്കെയാ? യുവും എഫും അല്ലേ ഉള്ളൂ. അന്നേരം യു എഫ് ബൈ യു മൈനസ് എഫ്. അത് എളുപ്പമാണ്. യു കണ്ടുപിടിക്കാൻ നേരം യു വി എഫ് എന്ന് ഓർത്തിരിക്കുക, യു വി എഫ് എന്ന് ഓർത്തിരിക്കുക. യു കണ്ടുപിടിക്കാൻ നേരം നമ്മുടെ ഇവന്മാരെ രണ്ടുപേരും എഴുതുക, വി യു എഫ് ബൈ വി മൈനസ് എഫ്. ഇനി ഇതിനകത്ത് വി കണ്ടുപിടിക്കാൻ നേരം വി യു എഫ് എന്ന് ഓർത്തിരിക്കുക. അന്നേരം നമ്മൾ യു എഫ് എടുക്കുക, യു എഫ് ബൈ യു മൈനസ് എഫ്. എളുപ്പമല്ലേ? അടുത്തൊരു സെക്ഷൻ ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇനി അങ്ങോട്ട് പടാന്ന് നമുക്ക് എല്ലാ ഇക്വേഷനും അടുത്ത നമ്മുടെ ആവർത്തനം, മാഗ്നിഫിക്കേഷൻ ഇതെല്ലാം നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ വാ, പവർ ആയിട്ട് വരട്ടെ. അടുത്തത് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള ഇക്വേഷൻ ആണ്, സമവാക്യമാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. R is equal to 2f. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറും എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്തും ആണ്. അതിൽ നമുക്ക് എഫ് കണ്ടുപിടിക്കാം, r/2 ആണ്. F is equal to r/2. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മാഗ്നിഫിക്കേഷൻ. മിററിന്റെ മാഗ്നിഫിക്കേഷൻ ആണെന്ന് വിചാരിക്കാം. ആവർത്തനം m is equal to hi/ho. m എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം, hi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ്, പ്രതിബിംബത്തിന്റെ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ho എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, വസ്തുവിന്റെ ഹൈറ്റ് ആണ്, ഉയരമാണ്. മിറർ ആണെങ്കിൽ m is equal to minus v by u. മിറർ ആണെങ്കിൽ ഒരു മൈനസും കാണും. മിറർ is equal to minus v by u. ഇനി മിറർ ഇക്വേഷൻ കഴിഞ്ഞു. ലെൻസ് ഇക്വേഷനോട്ട് വരുമ്പോൾ പ്ലസിന് പകരം മൈനസ് ആണെന്നേ ഉള്ളൂ. 1/f is equal to 1/v minus 1/u, അല്ലെങ്കിൽ f is equal to uv by u minus uv by u minus v. അവിടെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുണ്ട്. ആവർത്തനം m is equal to hi/ho. അവിടെ ലെൻസ് ഇക്വേഷൻ m is equal to മൈനസ് വേണ്ട, m is equal to v by u മതി. m is equal to v by u. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിപ്പോയിരിക്കുക. മിറർ ഇക്വേഷൻ ആണെങ്കിൽ അവിടെ ആവർത്തനത്തിൽ m is equal to മൈനസ് v by u ഉണ്ട്. ഇവിടെ m is equal to മൈനസ് വേണ്ട. ലെൻസ് ഇക്വേഷനിലെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ m is equal to v by u മതി. ഇനി വളരെ ഇമ്പോർട്ടന്റ്, പവർ ഓഫ് എ ലെൻസ്. ഫോക്കസ് ഏരിയയിൽ ഉണ്ടോ ഇല്ലെന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട. പവർ ഓഫ് എ ലെൻസ് ഡിനോമിനേറ്റർ p എന്നാണ്. p is equal to 1/f, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്നാണ്. f എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കൽ ലെങ്തും p എന്ന് പറഞ്ഞാൽ പവർ ഓഫ് എ ലെൻസും ആണ്. അതിൽ നിന്ന് f is equal to നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1/p എന്ന് കണ്ടുപിടിക്കാം. അന്നേരം ഇത്ര ഇക്വേഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ബെറ്റ് വെക്കുകയാണ്, ഇതിൽ നിന്നൊരു ഇക്വേഷൻ മാറിയ ഒരു ഇക്വേഷൻ നിങ്ങളുടെ പ്രോബ്ലത്തിൽ ചോദിക്കത്തേയില്ല. 6ാമത്തെ 7ാമത്തെയും ചാപ്റ്ററിൽ നിന്ന് ഒരു കണക്കുകളും ഇല്ല. ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള സമവാക്യങ്ങൾ, ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. ഏറ്റവും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾക്കിത്. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുകയൊക്കെ വേണം കേട്ടോ. മണി അടിച്ച് എനേബിൾ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുക. ഇനി ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മുമ്പേ, പൊതുപരീക്ഷയ്ക്ക് മുമ്പേ ഫിസിക്സിന്റെ ഏറ്റവും ഇങ്ങനെയുള്ള ടിപ്പ് ട്രിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും. അന്നേരം wait and see. Until then, bye bye, see you. Okay, wow.